PC ജോർജ് ഇടയ്ക്കിടയ്ക്ക് KM മാണിയെയും മകനെയും ആക്ഷേപിക്കുന്ന ചില പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് ആവർത്തന വിരസത അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഏതായാലും വാവടുക്കുമ്പോൾ ഇതുപോലെ ചിലതൊക്കെ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നത് സ്വാഭാവികമാണ്. ഇന്നലത്തെ ജോർജിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു സ്നേഹിതൻ പറഞ്ഞത്, ജോർജ് പറഞ്ഞത് ആരും വിശ്വസിച്ചിട്ടില്ലെന്ന ഉത്തമ ബോധ്യം സ്വയം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. അതായത് ഒരു നുണ 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് പേരെങ്കിലും വിശ്വസിച്ചോളുമെന്ന വിശ്വാസത്തിലാണ് ഇതൊക്കെ തട്ടിവിടുന്നത്. ജോർജാണ് ഇതൊക്കെ പറയുന്നതെന്ന് കേൾക്കുന്ന ജനങ്ങൾക്ക് നന്നായി അറിയാം. എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. ഇതുപോലെ ജോർജിൻ്റെ പല ഗുണ്ടുകളും പല സമയത്തും കേട്ടിട്ടുണ്ട്. കൈലിയുടുത്ത ഉമ്മൻചാണ്ടിയുടെ മേശക്കടിയിലെ താരം മുതൽ നമ്മളിതൊക്കെ കേൾക്കുന്നതാണ്. ഇതിലൊന്നും അതിശയോക്തി ആർക്കുമില്ല. 1977 ശേഷം ഇന്നേ വരെ KM മാണിയുടെ പാലായിലെ കരിങ്ങോഴയ്ക്കൽ വീട്ടിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് MLA ക്വാർട്ടേഴ്സിൽ, അല്ലെങ്കിൽ മന്ത്രിമന്ദിരമായ പ്രശാന്തിൽ ഇവിടെയൊന്നും കയറുകയോ ചെയ്തിട്ടില്ലാത്ത ഏക കേരള കോൺഗ്രസിൻ്റെ നേതാവാണ് PC ജോർജ്. ആ സ്ഥിതിക്ക് മാണി സാർ മിക്കവാറും ഒരിറ്റ് ചായ കുടിക്കാനുള്ള മോഹത്തോടെ ജോർജിനെ വിളിച്ചു കാണും. കിങ് ലയർ അഥവാ പെരും നുണയൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. നേരിൽ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. രാവിലെ വീട്ടിൽ ചായ കിട്ടാത്തവർക്കൊക്കെ വിളിക്കാൻ കൊള്ളാവുന്ന പറ്റിയ ചരക്ക് അതാണല്ലോ PC ജോർജ്. ജോർജ് പറയുന്ന ആദ്യത്തെ സത്യം സ്വന്തം അപ്പനിട്ട് അടിച്ചവനാണ് ജോസ് കെ മാണി എന്നാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നും പറഞ്ഞ് മാണിയെ തല്ലി പഞ്ഞു കൊടുക്കാതിരുന്നവൻ കേരള കോൺഗ്രസ് നേതാവാന്ന് നടക്കുക. സ്വന്തം അപ്പനിട്ട് അടിച്ചവനാണ് ജോസ് കെ മാണി. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. അത് 100% സത്യമാണ്. ജോർജ് പറഞ്ഞത് ശരിയാണ്. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ജോർജിൻ്റെ അപ്പൻ പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചനടക്കം സ്വന്തം പിതാവിൻ്റെ മുഖത്ത് തല്ലാത്ത ഒരു കുട്ടിയും ഇന്ന് ഭൂമി മലയാളത്തിൽ കാണില്ല. നാളെ ജോർജ് ഇതിനെ വ്യാഖ്യാനിച്ച് നാണം കെടുന്ന സമയത്ത് ജോർജ് പറയും, ജോസ് കെ മാണി കുഞ്ഞായിരുന്ന കാലത്ത് മാണി സാറിൻ്റെ മടിയിലിരുന്ന് തല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നറിയാം. എങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടെന്ന് കരുതി ഇതുപോലെ പെരുന്നുണകൾ പടച്ചുവിടാൻ ജോർജിനെ കൊണ്ടേ കഴിയൂ. ജോസ് കെ മാണിക്കെതിരെ അല്ലാതെ മറ്റാർക്കെങ്കിലും എതിരെ ഇതുപോലത്തെ ആക്ഷേപം പറയാൻ ഇയാളുടെ നാവ് പൊങ്ങുമോ? പൊങ്ങില്ല. കാരണം വായിൽ കോലിട്ട് കുത്തിയാലും ജോസ് കെ മാണി കമ എന്നൊരക്ഷരം മിണ്ടില്ല. മറിച്ച് ആരടാ എന്ന് ചോദിക്കുന്ന ഒരാളെ നല്ലതല്ലാണ്ട് എന്തെങ്കിലും പറയാൻ ജോർജിൻ്റെ നാവ് പൊങ്ങുമോ? ജോസ് കെ മാണി ഒരു പാവമായിപ്പോയി. ഇനിയുള്ളതാണ് അതിൽ രസം. KM മാണിക്ക് രാവിലെ ഒരു ഗ്ലാസ് കടുങ്കാപ്പി പോലും കൊടുക്കാത്തവനാണ് ജോസ് കെ മാണി എന്ന്. രാവിലെ ഒരു 6:45 മണിയായപ്പം ഒരു ഫോൺ എടുത്തപ്പോൾ മാണി സാറാണ്. ഞാൻ വെച്ചാൽ എന്നാ മാണി സാറേ, എനിക്കിപ്പം കാണണം. ഞാൻ പറഞ്ഞു ഇപ്പം കാണണമെന്ന് ഞാൻ കുളിച്ചിട്ട് വന്നാൽ മതിയോ, ഡ്രൈവർ വന്നിട്ടില്ല, അത് പറ്റിയാൽ എനിക്കിപ്പം കാണണം. എനിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം, കരയുകയാണ്. സ്വന്തം വീട്ടിൽ പാലാ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഓർത്തോണം. ആധികാരികമായിട്ട് കോട്ടയത്തെ പത്രക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉടനെ കാർ ഓടിച്ച് പരിക്കകത്ത് കയറി കയ്യിലുമുണ്ടായിരുന്നത് മാറ്റി വെള്ളം മുണ്ട് കൊടുത്ത് ഷർട്ടുണ്ടായിരുന്നു. ആ ഷർട്ട് വിട്ട് നേരെ പാഞ്ഞ് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ നേരെ ചെല്ലുമ്പോൾ ജോസ് കെ മാണിയും ഭാര്യയും മാണിസാറിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നേ കാണാം. മാണിസാർ ഈ ഇടതുവശത്താണ് ഇരിക്കുന്നത്. അങ്ങോട്ട് കാർ ഇട്ടു. അവിടെ നിന്നാലും ഇവർ നിൽക്കുന്നേ കാണാം. അവിടെ ചെന്നപ്പോൾ മാണിസാർ കെട്ടിപ്പിടിച്ച് കരയുക, ഒറ്റ കരച്ച. അപ്പോൾ ഒരു 7:10 7:15 കാണും. അങ്ങനെ വേദനയോട് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ ചങ്കി കിടന്ന് പിടയ്ക്കുക. ഓരേ ഒരു കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല ഈ നിമിഷം വരെ. ഒന്ന് ആലോചിച്ച്. ഈ കഥ നടന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജോസ് കെ മാണി ഭാര്യയുമൊത്ത് കോട്ടയത്ത് താമസിക്കുക. വീട്ടിലൊരു ജോലിക്കാരിയും സമയാസമയങ്ങളിൽ ഭക്ഷണവും മരുന്നും എടുത്തു കൊടുക്കാൻ അപ്പച്ചൻ എന്നൊരു സഹായിയെയും പാലായിലെ വീട്ടിൽ നിർത്തിയിരുന്നു. ഈ കാര്യം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ജോർജ്. ഇയാളിങ്ങനെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്നേഹിതൻ പറഞ്ഞത് വളരെ രസകരമായ ഒരു കഥയാണ്. പണ്ട് ഫ്രാങ്കോ മെത്രാൻ അദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ നമ്പർ 10 ജൻപത് റോഡിൽ സോണിയാഗാന്ധിയെ കണ്ട് ലോഹ്യം പറഞ്ഞ് കോൺഗ്രസിൽ ചേരാൻ പോയപ്പോൾ അതിന് പാര വെച്ചത് ജോസ് കെ മാണിയാണെന്നാണ് ഇയാളുടെ ഒരു ധാരണ. ഇയാളെ കേരള കോൺഗ്രസിൽ നിന്ന് വീണ്ടും പുറത്താക്കിയത് ജോസ് കെ മാണിയാണെന്ന വാർത്തയും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജോസിൻ്റെ പാർട്ടിക്ക് ഒരു മേൽക്കൈ ഉണ്ടെന്ന് ഇടതുപക്ഷത്തിൻ്റെ ശത്രുക്കൾ പോലും പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആരും ആവശ്യപ്പെടാതെ തന്നെ പെട്ടെന്നൊരു പത്രസമ്മേളനം നടത്തി ജോസിനെ ഒന്ന് കൊച്ചാക്കാമെന്ന് കരുതി ഈ പൂരപ്പാട്ടൊക്കെ പാടിയത്.
ആ കാലമൊക്കെ പോയി ജോർജ്. കെ എം മാണിയെപ്പറ്റി ഇതിലും വലിയ ആക്ഷേപം പറഞ്ഞിട്ടുള്ളത് താങ്കൾ തന്നെയാണ്. അവസാനം കെ എം മാണി വിശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ചതും താങ്കൾ തന്നെയാണ്. ഉമ്മൻചാണ്ടിയെപ്പറ്റി പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ല. ജോർജിനൊരു ഗുണമുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ഞാൻ വെറുതെ പറഞ്ഞതാണെന്നും പറഞ്ഞ് ഒരു എളുപ്പമില്ലാതെ എത്തപ്പെടും. വീട്ടിൽ ചായ കിട്ടിയില്ലെങ്കിൽ അങ്ങ് പൂഞ്ഞാറ്റിൽ നിന്ന് വേണമല്ലോ ചായ വരാൻ. പണ്ട് ചക്കരപ്പെണ്ണിന് ഒഴിച്ചു കൊടുത്ത ചായ വല്ലതുമാണോ ഇനി മാണിസാറിന് വാങ്ങിക്കൊടുത്തതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തൊട്ടടുത്ത് പഴയ സഹായിയായ പൂന്തോട്ടത്ത് സിബി ഉണ്ടായിരുന്നു മാണിസാറിൻ്റെ. ആ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ ചായക്കടയിൽ നിന്നോ ചായ കൊണ്ടുവരാൻ മാണിസാറിന് വിളിച്ചു പറയാനുള്ള ആരോഗ്യവും അറിവും ബോധവും ആ മനുഷ്യൻ അന്നുണ്ടായിരുന്നു. 2015 കോൺഗ്രസ് ജോസഫിനെയും കൂട്ടരെയും കൂട്ടുപിടിച്ച് മാണിക്കെതിരെ കോൺഗ്രസിൻ്റെ സ്വന്തം ചാനൽ വഴി ഒരു മദ്യ വ്യവസായി ഫാബ്രിക്കേറ്റ് ചെയ്ത് അവതരിപ്പിച്ച ബാർക്കോഴ കേസ് അത് നടന്നുകൊണ്ടിരിക്കവേ മാണിയുടെ ആരാച്ചാരുടെ വേഷം കെട്ടി ഇറങ്ങിയ ബാർ മുതലാളിയെ വിളിച്ച് മാണിക്കെതിരെ തട്ടിക്കോ ഞാൻ കൂടെയുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഓഡിയോ ക്ലിപ്പ് ബാർ മുതലാളി തന്നെ പിന്നീട് പുറത്തുവിട്ടിരുന്നു. അത് ആരുടെ ഓഡിയോ ക്ലിപ്പാണെന്നറിയാമോ? സാക്ഷാൽ പൂഞ്ഞാറ്റിലെ PC ജോർജിൻ്റെ ഓഡിയോ ക്ലിപ്പ്. ഇതോടെ ചീപ്പ് വിപ്പ് സ്ഥാനവും തെറിച്ച് പടിയിറക്കി പിണ്ടം വെച്ച് ആട്ടി ഓടിച്ച ജോർജിനെ തന്നെ മാണി അവസാന കാലത്ത് വിളിച്ചു പോലും. തിരക്കഥ എഴുതുമ്പോൾ സമയവും കാലവും കൂടി നോക്കണ്ടേ പൂഞ്ഞാറ്റിലെ ജോർജെ? പുതിയ കഥയുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത വേണം കേട്ടോ. ഭയം വേണ്ട, ജാഗ്രത മതി. ഇല്ലെങ്കിൽ കഥ ആരും വിശ്വസിക്കില്ല. ഇങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെയും ഒരെണ്ണം ജോർജ് കാച്ചിയിരുന്നു. ചാരക്കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നമ്പി നാരായണന് 10 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി പൊതികെട്ടി ജോർജിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതായിട്ട്. ഇത് പ്രക്ഷേപണം ചെയ്ത ചാനലുകാർ അപ്പോൾ തന്നെ നമ്പി നാരായണനെ ലൈവിൽ വിളിച്ച് ജോർജിൻ്റെ ബെഡായി പൊളിച്ചടുക്കിയതും മറക്കാൻ സമയമായിട്ടില്ല. ഇങ്ങനെ ആരെ പറ്റിയും എന്തും പറയുന്ന പൂഞ്ഞാറ്റിലെ ജോർജിന് ഈ ഗതി വന്നതിൻ്റെ മുഖ്യ കാരണവും ഇതുതന്നെയാണ്. രാഷ്ട്രീയ മാലിന്യം എന്ന അപരനാമം പേർന്ന ഇയാൾ ഇതെല്ലാം 7 അഴകാണെന്നാണ് സ്വയം കരുതുന്നത്. ഏതായാലും ജഗതി NK ആചാര്യയുടെ കൊച്ചുമകളായതുകൊണ്ട് ഇയാൾക്ക് വീട്ടിൽ കാപ്പിക്ക് മുടക്കമുണ്ടായില്ല. പറമുണ്ടയിലെ ഉഷയും കാപ്പി തരാതിരിക്കില്ല. ഇതിനിടയ്ക്ക് വിദഗ്ധരായ ഒരു ഡോക്ടർ അഭിപ്രായപ്പെട്ടത് എന്താണെന്നറിയാമോ? ജോർജിന് പ്രായമായതിനാൽ സോഡിയം പോലെ എന്തിൻ്റെയോ ഒന്ന് കുറവുണ്ടെന്ന്. ഓർമ്മക്കുറവും പിച്ചും പേയും പറച്ചിലുമൊക്കെ ഉണ്ടാകും. മറ്റൊരു വിദഗ്ധൻ പറഞ്ഞത് എന്തോ മഞ്ഞ ഗുളികയുടെ കുറവാണെന്നാണ്. പണ്ട് ജോർജിൻ്റെ ശിഷ്യൻ ഒരു പ്രതാപനും കൂടി ജോസിൻ്റെ പേരിൽ എന്തെല്ലാമോ കഥകളുണ്ടാക്കിയിരുന്നു. എയർപോർട്ടിലെ വാഷ്റൂമിന് അരികിൽ വെച്ച് ചക്കരപ്പെണ്ണിന് എന്തോ ഒരു ആശീർവാദം കൊടുത്തെന്ന് വരെ പറഞ്ഞു വരുത്തി. എന്നിട്ട് അയാൾക്ക് വല്ലതും പറ്റിയോ? കേട്ട് അയാളുടെ തൊലി ജോർജിൻ്റെ തൊലിയേക്കാൾ കട്ടിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. മരണാനന്തരം ഏതോ ചെണ്ടക്കാർക്ക് ജോസ് തൊലി ദാനം ചെയ്തിരിക്കുന്നതാണെന്ന് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ജോർജ് ഇനി ഇത്തരം പണികളുമായിട്ട് പുറത്തു വരുത്. ജോസിനോട് സ്നേഹമുള്ളവരല്ല, മറിച്ച് KM മാണി എന്ന വലിയ മനുഷ്യനോട് സ്നേഹമുള്ള ചിലരെങ്കിലും പ്രതികരിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി ഈ വയസ്സുകാലത്ത് കക്കൂസ് മാലിന്യമായ പൂഞ്ഞാറ്റിലെ ജോർജിനുണ്ടാകില്ല. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ജോർജ്? ഇനിയെങ്കിലും ഈ കുശുമ്പും കുന്നായ്മയൊക്കെ കളഞ്ഞ് ഭക്തിമാർഗത്തിലൂടെ വിശ്രമിക്കേണ്ട സമയമായി. മാണിസാർ പോയ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ സമയമായി ജോർജ്. അതും ഈ 25 നോമ്പ് കാലത്ത് വല്ല പ്രാർത്ഥനയും ബൈബിൾ പാരായണവും കൊന്ത ചൊല്ലലും ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട സമയത്ത് ഇതുപോലെയൊക്കെ ഉള്ള പെരുന്നുണകൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? പെറ്റ തള്ള പോയിട്ട് കർത്താവ് പോലും പൊറുക്കില്ല ജോർജ്. നാണവും മാനവും കെട്ട ടോയ്ലറ്റ് പേപ്പറിൻ്റെ പോലും വിലയില്ലാത്ത വായ് പോയ കോടാലിക്ക് ഇതിൽ കൂടുതൽ എന്ത് മറുപടി പറയാൻ? കഷ്ടം.